ഗൈസ്, നിങ്ങൾ ദൃശ്യം 3 കണ്ടോ? ഞാനാണെങ്കിൽ ഇവിടെ ട്രസ്റ്റിനിലെ ദൃശ്യം 3 കാണാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവർക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് മൂവിയിലെ ദൃശ്യം അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ തൊടുപുഴ ഉപജില്ലാ കലോത്സവം നമ്മുടെ വഴുത്തല സ്കൂളിൽ വെച്ച് നടക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ദൃശ്യം സിനിമ ഷൂട്ട് ചെയ്യുന്ന വീട്. ഞാനാണെങ്കിൽ കലോത്സവത്തിലെ മിക്ക ഐറ്റത്തിനും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ഞാനിങ്ങനെ വന്ന് പോകുന്നുണ്ട് മത്സരങ്ങൾക്കായിട്ട്. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു അറിവുണ്ട്, ഇവിടെ അടുത്ത വീട്ടിൽ ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അവിടെ മോഹൻലാലൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ ഡേ അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഗ്രൂപ്പായിട്ടും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടും മത്സരം ഉണ്ടായിരുന്നു. സംഘഗാനവും പദ്യം ചൊല്ലലും അതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ കൂടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോവാം എന്നൊക്കെയുള്ളൊരു പ്ലാനിൽ ഞങ്ങളവിടെ പോവാണ്. ഈ ഷൂട്ടിങ് നടക്കുന്ന ഈ വീടിൻ്റെ അടുത്തേക്ക് പോവാണ്. അലേട്ടൻ ഇങ്ങനെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇങ്ങനെ പടിമേലിരുന്ന് പത്രം വായിക്കുന്ന സീനില്ലേ, അടുത്ത് മീനെ ഇരിപ്പുണ്ട്. ആ സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ലാസ്റ്റൊക്കെ ആയിരുന്നു അന്നേരം. അപ്പോൾ അവിടെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെയായിട്ട് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്, ആൾക്കാരിങ്ങനെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ. ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് പൊസിഷൻ തന്നെ കിട്ടി ചെന്നപ്പോഴത്തേക്കും. അതുകൊണ്ട് നല്ല വൃത്തിക്ക് മോഹൻലാലിനെ കാണാൻ പറ്റി. എൻ്റെ അമ്മയാണെങ്കിൽ മോഹൻലാലിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ അവിടെ നിന്നിട്ട് ഹായ് ലാലേട്ടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അലർച്ച കേട്ടിട്ട് അവിടെ ആൾക്കാരൊക്കെ തിരിഞ്ഞു മോഹൻലാൽ നോക്കി. എന്നിട്ട് പുള്ളി അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈവീശി ഹായ് എന്നിങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ നേരിട്ട് കണ്ട ദിവസമാണ് അന്ന്. അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഒന്ന് മോഹൻലാലിനെ നേരിട്ട് കാണാൻ പറ്റിയതിൻ്റെ ആ ഒരു സന്തോഷം, പിന്നെ കലോത്സവത്തിന്റെ ഓർമ്മകൾ. സ്പെഷ്യലി അന്ന് സംഘഗാനത്തിന് എൻ്റെ കൂടെ പാടാനുണ്ടായിരുന്ന ഒരു ചെക്കനോട് ആ സമയത്ത് എനിക്ക് ഭയങ്കര ക്രഷായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അവൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ അങ്ങനെ ഒരു ഹാപ്പിനെസ്, അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് അന്നത്തെ ആ ഒരു ദിവസവും ആ ഒരു ടൈമൊക്കെ ഓർക്കുമ്പോൾ. അന്നത്തെ ആ പിഞ്ച് ബാലിക്ക്, അതായത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന് ആ സിനിമയുടെ ഒരു 3ാം ഭാഗം ഞാനിവിടെ ജർമ്മനിയിൽ ഇരുന്നായിരിക്കും കാണുന്നത്. ഏത് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ല ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നുള്ളൊരു സംഭവം. ഇപ്പം ജിത്തു ജോസഫിന് പോലും അറിയണ്ടാവില്ല അങ്ങേരി സിനിമയുടെ ഒരു 3ാം ഭാഗം ഈ 2026 ഇറക്കും എന്നുള്ളത്. മറ്റേ സലിംകുമാർ ഏതോ സിനിമയിൽ പറയുന്ന പോലെ എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ സിനിമ കണ്ടിട്ട് വരാം. ഗായ്സ്, ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങി ഗായ്സ്. സൂപ്പർ മൂവി ആയിരുന്നു, എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളും പോയി കാണുക, അടിപൊളി മൂവിയാണ്, സൂപ്പർ.